നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത് ഒരു 10-20 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. DSSSBയുടെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ധാരാളം, അതായത് ഏകദേശം വന്നിരിക്കുന്ന മുഴുവൻ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ +2 തന്നെയാണ്. പക്ഷെ അതിന് ടൈപ്പിംഗ് സ്പീഡ് കൂടി ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒന്നും കൂടി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്തിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ വർഷം, അതായത് 22/12/2023 വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. പക്ഷേ എൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മന്ത് ആയിരുന്നു, 2024 അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ വിട്ടുപോയിട്ടുള്ളവർക്കൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടി ചെയ്യുന്നത്. 9 ജനുവരി 2024 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 7 വരെ ഇത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. പോസ്റ്റുകളുടെ പേര് നമ്മൾ നോക്കുന്ന സമയത്ത് ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട്, ഗ്രേഡ് 4 ആണ്. സ്റ്റെനോഗ്രാഫർ ഉണ്ട്, LDC കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, ജൂനിയർ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ അസിസ്റ്റൻ്റ്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 1. ഏതാണ്ട് 1074ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. റിസർവേഷനും കാര്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് തന്നെ ഒഴിവുകളുണ്ട്. ഈ 1074 എന്നത് URന് മാത്രമാണ്. ജനറലിന് എല്ലാം കൂടി ഏതാണ്ട് 2354ഓളം ഒഴിവുകളുണ്ട് ടോട്ടൽ, റിസർവേഷൻ എല്ലാം അടക്കം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകളാണ് ഭൂരിഭാഗം ഉള്ളത്. എല്ലാത്തിലും ചോദിക്കുന്നത് +2 പാസ്സായിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ്. അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്തും +2 പാസ്സായിരിക്കുക. ടൈപ്പിംഗ് സ്പീഡ് 80 വേർഡ്സ് പെർ മിനിറ്റ്. ഇതുപോലെ മുഴുവൻ ക്വാളിഫിക്കേഷനും +2 ആണ് ചോദിക്കുന്നത്. ടൈപ്പിംഗ് സ്പീഡിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റും 18-30 തന്നെയാണ്. സാലറി സ്കെയിലിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ടൈപ്പിംഗ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച്. +2 പാസ്സായിരിക്കുക. ഇതിൽ തന്നെയാണ് 35 വേർഡ്സ് പെർ മിനിറ്റ്. നിങ്ങൾ ഈ 19,900 സാലറി സ്കെയിൽ വരുന്നതിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും സ്പീഡ് ചോദിക്കുന്നത്. ഇതിലിപ്പോൾ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ചോദിക്കുന്നത്. സീനിയർ +2 പാസ്സായിരിക്കുക പ്ലസ് 80 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ്. പക്ഷെ അതിന് സാലറി സ്കെയിൽ കൂടിയിട്ടുണ്ട്. 25,500 മുതൽ 81,700. അത് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. ബാക്കി മുഴുവൻ പോസ്റ്റുകളിലേക്കും ചോദിച്ചിരിക്കുന്നത് +2 പാസ്സായിരിക്കുക പ്ലസ് 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. വീഡിയോ ലോങ് ആവുന്നതുകൊണ്ടാണ് മുഴുവൻ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് പറയാത്തത്. നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇതാ മുഴുവൻ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ +2 പ്ലസ് ടൈപ്പിംഗ് സ്പീഡാണ്. എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ ഏജ് ലിമിറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. 18-27 അല്ലെങ്കിൽ 18-30 ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് DSSSB.online.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ടെലഗ്രാമിൽ അന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സാം ടയർ 1 ടയർ 2 ഒക്കെ ഉണ്ടാവുന്നതാണ്. ആദ്യം ടയർ 1 ജനറലാണ്. 2 ഹവർ എക്സാമാണ് ഉണ്ടാവുക. 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 200 മാർക്കിൻ്റെ എക്സാമാണ്. അതിൽ ജനറൽ അവയർനെസ് 35 മാർക്കിന്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 35 മാർക്കിന്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 35 മാർക്കിന്, ടെസ്റ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് 35 മാർക്കിന്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് വലിയൊരു പ്രശ്നമാണ് ഹിന്ദി ലാംഗ്വേജിൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 35 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബേസിക് മറ്റേ ഇൻ്റർനെറ്റ്, സോഷ്യൽ, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങൾക്ക് 25 മാർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഫെബ്രുവരി 7 അവസാന തീയതി. റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.